നമസ്കാരം എല്ലാവർക്കും ഷേർലീസ് മൈക്രോ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് മട്ടൻ ബിരിയാണിയാണ്. നല്ല അടിപൊളി ടേസ്റ്റിലൊരു തലശ്ശേരി മട്ടൻ ബിരിയാണി. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ സ്പെഷ്യൽ ഒക്കേഷൻസ് ഒക്കെ വരുമ്പോൾ ഈ മട്ടൻ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. നമുക്ക് വേഗം ബിരിയാണി പ്രിപ്പറേഷനിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്തിട്ടേ പോകാവൂ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കാനും മറക്കരുത്. ഒരു ബൗളിലേക്ക് ഒരു 10-12 പീസ് അണ്ടിപ്പരിപ്പ് ഒന്നിട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ഇളം ചൂടുവെള്ളം ആണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഇത് ഒന്ന് കുതിരാൻ വേണ്ടിയാണ്. സാധാരണഗതിയിൽ തലശ്ശേരി ബിരിയാണിക്ക് കസ്കസ് അല്ലെങ്കിൽ പോപ്പി സീഡ് എന്ന് പറയുന്നത് 1 ടേബിൾ സ്പൂൺ അരച്ച് ചേർക്കാറുണ്ട്. അതൊരു നല്ല ടേസ്റ്റ് കൊടുക്കുന്ന സാധനമാണ്. അപ്പോൾ അതെൻ്റെ കയ്യിലില്ല. അതിന് പകരം ഞാനിപ്പോൾ ഇവിടെ അണ്ടിപ്പരിപ്പാണ് യൂസ് ചെയ്യുന്നത്. ചൂടുവെള്ളത്തിലിട്ടാൽ അത് പെട്ടെന്നൊന്ന് കുതിർന്ന് വരും. അപ്പോൾ അരയ്ക്കാൻ എളുപ്പമുണ്ട്. മട്ടൻ മസാല ഉണ്ടാക്കാനുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ 5 വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. 3 വലിയ ടൊമാറ്റോയും 1 കിലോ മട്ടനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്രയും ഉള്ളിയും തക്കാളിയും ഒക്കെ ആവശ്യമായിട്ട് വരും. മട്ടനിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, നാരങ്ങ. ഇതിൽ പച്ചമുളക് ഞാനിവിടെ ഒരു 10-13 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. അധികം എരിവില്ലാത്തതായതുകൊണ്ടാണ് അങ്ങനെ. നിങ്ങളുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന പച്ചമുളകിന് നല്ല എരിവുണ്ടെങ്കിൽ ഒരു 10 പീസ് മതിയാകും. ബാക്കി വെളുത്തുള്ളി ഇഞ്ചിയും നമ്മൾ ചതച്ചാണ് എടുക്കുന്നത്. അതിൻ്റെ അളവ് മട്ടനിലേക്ക് ചേർക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ മട്ടനാണിത്. വിനീഗർ യൂസ് ചെയ്താണ് കഴുകിയത്. അങ്ങനെ ചെയ്യുമ്പോൾ മട്ടനിലുള്ള മണമൊന്നും നമുക്ക് അധികം ഉണ്ടാവില്ല. ഇനി നമ്മൾ ഇതിലേക്ക് വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നേരത്തെ എടുത്തു വെച്ച വെളുത്തുള്ളി ചതച്ചിട്ട് 2 ടേബിൾ സ്പൂണാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നല്ലതുപോലെ ചതച്ചെടുത്ത ഇഞ്ചി 2 ടേബിൾ സ്പൂണാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി മിക്സിയുടെ ജാറിൽ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അതിനുശേഷം നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പ് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് പേസ്റ്റ് പോലെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ തരിതരിപ്പായിട്ട് പൊടിച്ച കുരുമുളക് പൊടി. ഇനി 1 ടീസ്പൂൺ ഗരം മസാല പൊടിയാണ് ചേർക്കുന്നത്. ഫ്രഷായിട്ട് പൊടിക്കുന്ന ഗരം മസാല പൊടിയാണെങ്കിൽ ഏറ്റവും നല്ലത്. 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം നമുക്കിത് മാറ്റി വെക്കാം. ബിരിയാണിയുടെ മറ്റ് കാര്യങ്ങളൊക്കെ റെഡിയാവുന്ന ടൈം കൊണ്ട് ഇത് നല്ലതുപോലെ മിക്സായി ഇരുന്നുള്ളൂ. ഇനി ബിരിയാണിയിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. ഇത് 2 വലിയ സവാളയാണ്. ഇത് നല്ലതുപോലെ കനം കുറച്ച് തന്നെ അരിയണം. എന്നാൽ മാത്രമേ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടത്തുള്ളൂ. ഇത് കുറച്ച് നമ്മൾ ബിരിയാണി ഡെക്കറേഷൻ ചെയ്യാൻ എടുക്കും. ബാക്കി വറുത്തിട്ട് നമ്മുടെ മസാലയിൽ ചേർത്ത് കൊടുക്കും. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയുമാണ്. ഇത് ഒരു അളവിന് വേണ്ടി ഞാൻ എല്ലാം 1/4 കപ്പ് വീതമാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചൂടായ ഒരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ടതിന് ശേഷം അതിലേക്ക് കിസ്മിസ് ചേർത്ത് കൊടുക്കാം. ഒന്ന് ബലൂൺ പോലെ ആയി വരുമ്പോൾ തന്നെ നമുക്കത് മാറ്റി വെക്കാം. അതിനുശേഷം അണ്ടിപ്പരിപ്പും ഇട്ട് ഒരുപാട് മൂത്ത് പോകാതെ ഫ്രൈ ചെയ്തെടുക്കാം. സെയിം പാനിലേക്ക് കുറച്ചുകൂടി എണ്ണ ഒഴിച്ചിട്ട് ഉള്ളി ഒന്ന് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ബിരിയാണി പ്രിപ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും ക്ഷമയോടുകൂടി ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് ഈ ഉള്ളി ക്രിസ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരുപാട് തീ കൂട്ടിയിട്ടിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഉള്ളി പെട്ടെന്ന് കരിഞ്ഞു പോകും. അങ്ങനെ ഫ്രൈ ആയി വരികയുമില്ല. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം എടുക്കും ഉള്ളി ഒന്ന് ഫ്രൈ ആയി വരാൻ. കാരണം ഇത് 2 സവാളയാണ് നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്നത്. കനം കുറച്ചരിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഒരുപോലെ ഇത് ഫ്രൈ ആയി വരും. ഇപ്പോൾ ഇവിടെ ഉള്ളി കുറച്ചൊക്കെ ബ്രൗൺ ആയി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നല്ലതുപോലെ ഇളക്കി ഒരു 1-2 മിനിറ്റിനകം തന്നെ ഉള്ളി ഇപ്പോൾ ഫ്രൈ ആയി വരും. ഇപ്പോൾ ആവശ്യത്തിന് ഉള്ളി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഞാനിതൊരു കിച്ചൺ ടിഷ്യൂലേക്ക് മാറ്റുവാണ്. ഞാനിവിടെ ജീരകശാല അരി അഥവാ കൈമ അരി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ പോകാൻ വേണ്ടി ഒരു അരിപ്പ പാത്രത്തിൽ ഇട്ട് വെച്ചിരുന്നതാണ്. കുറച്ച് സമയമായി. അപ്പം ഫുൾ വെള്ളം അതിൽ നിന്ന് പോയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ നീളമുള്ള ബിരിയാണി റൈസും യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. എന്നാലും തലശ്ശേരി ബിരിയാണിക്ക് എപ്പോഴും ടേസ്റ്റ് കൂടുതൽ ഈ ചെറിയ അരിയായ
ജീരകശാല അരി തന്നെയാണ്. ഒരു 3/4 കിലോ അരിയാണുള്ളത്. അതായത് 1 കിലോ മട്ടന് 3/4 കിലോ അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇന്ന് ഞാനിവിടെ ചോറ് വറ്റിച്ചാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് ഗ്ലാസ്സിലാണോ നിങ്ങൾ അരി എടുക്കുന്നത് ആ ഗ്ലാസിൻ്റെ 1.5 ഗ്ലാസ്സാണ് എടുക്കേണ്ടത്. ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ്സാണ് കണക്ക്. അപ്പോൾ അതനുസരിച്ച് വെള്ളം നിങ്ങൾ ചേർക്കണം. ചോറ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ എണ്ണയും ഒഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 5 ഏലക്ക, 5 ഗ്രാമ്പൂ, ഒരു 1.5 ഇഞ്ച് വലിപ്പമുള്ള ഒരു 5 പീസ് പട്ട, പിന്നെ അതിലേക്ക് ബേ ലീഫ് അതായത് വയണയില ഇട്ടിട്ട് ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. 2 മിനിറ്റിൽ കൂടാൻ പാടില്ല. 2 മിനിറ്റിൽ കൂടിയാൽ അരിയുടെ കളറ് അങ്ങ് പോകും. അതുകൊണ്ടാണ്. അതിനുശേഷം ഇതിലേക്ക് ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് കണക്കിനാണ് വെള്ളം ചേർക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും ഒരല്പം കൂടി നിന്നാൽ കുഴപ്പമില്ല. എന്നാൽ മാത്രമേ ഇത് കുക്കായി വരുമ്പോൾ അരിയിൽ ആവശ്യത്തിന് ഉപ്പ് കാണുകയുള്ളൂ. പിന്നീട് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. മീഡിയം തീയിൽ അരി മൊത്തത്തിലൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം തീ കുറച്ച് നമ്മളിത് അടച്ചു വെച്ച് വെള്ളം വറ്റി വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. വെള്ളമൊക്കെ ഫുള്ള് വറ്റി ജീരകശാല അരി നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല. ജീരകശാല അരി അങ്ങനെ ഓവർ കുക്കായിട്ട് ഒട്ടിപ്പിടിക്കുകയില്ല. ഇതിപ്പോൾ ഒരു പാകത്തിനൊരു 75-80% കുക്കായിട്ടുണ്ട്. ബാക്കി ദം ഇടുമ്പോൾ കുക്കായിക്കൊള്ളും. ഇനി മട്ടനാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള 1 പിടി മല്ലിയിലയും 1 പിടി പുതിനയിലയാണിത്. ഇതൊന്ന് അരിഞ്ഞെടുക്കാം. മട്ടൻ ഞാനിന്ന് കുക്കറിലാണ് കുക്ക് ചെയ്യുന്നത്. ഒരു കുക്കറിലേക്ക് ആവശ്യത്തിന് ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു സ്റ്റേജ് വരെ ഉള്ളി വഴറ്റിയെടുക്കണം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വഴന്നതിന് ശേഷം ഒരു പകുതി കുക്കായാൽ മതി. ബാക്കി കുക്കറിലാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തക്കാളിയൊക്കെ നല്ലതുപോലെ കുക്കായി കിട്ടും. ഇനി ഇതിലേക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന മട്ടനാണ് ചേർത്ത് കൊടുക്കുന്നത്. മട്ടൻ ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആയതിനു ശേഷം അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഒരു 5 വിസിൽ വരുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. മട്ടൻ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളമുണ്ട്, അത് പ്രശ്നമില്ല. കാരണം ദം ചെയ്യുമ്പോൾ അത് വറ്റിക്കോളും. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില പുതിനയില ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് കുറച്ച് ചെറിയ തീയിൽ നമുക്കൊന്നും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ദമ്മ് ഇടാൻ തുടങ്ങാം. സമയത്ത് മട്ടൻ മസാലയുടെ ടേസ്റ്റ് ഒന്ന് നോക്കണം. നിങ്ങൾക്ക് ഉപ്പ് ആവശ്യമെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കണം. വലിയൊരു പാത്രമാണ് ഞാൻ ദം ചെയ്യാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ചൊരു നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മട്ടൻ മസാല അതിലേക്ക് ചേർക്കുകയാണ്. മട്ടൻ മസാല ഫുള്ള് ഞാൻ ഫസ്റ്റ് ലെയറിൽ തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കുറച്ച് നെയ്ച്ചോറ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പുതിനയില, മല്ലിയില, പിന്നീട് കുറച്ച് മുന്തിരി, അണ്ടിപ്പരിപ്പൊക്കെ വിതറിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വീണ്ടും ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ഞാനിങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ചേർക്കണ്ട. പക്ഷേ എന്നാലും ഒരല്പം നെയ്യ് ചേർക്കുന്നതാണ് ടേസ്റ്റായിട്ട് വരുന്നത്. ബാക്കിയുള്ള ചോറ് ഇതുപോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം മണത്തിന് വേണ്ടിയിട്ട് ബിരിയാണി എസൻസ് ആണ് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ റോസ് വാട്ടറോ പൈനാപ്പിൾ എസൻസോ ഉണ്ടെങ്കിൽ അതായാലും മതി. ഒരു 2 ടേബിൾ സ്പൂൺ പാലിൽ ഒരല്പം മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ അതായാലും മതി. ഒന്ന് നല്ലതായിട്ട് കലക്കിയതിന് ശേഷം ഇതുപോലെ അവിടെ ഇവിടെ ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. ഇനി ബിരിയാണി ഒന്ന് ദം ചെയ്യാൻ വെക്കാം. ഇതൊരു പഴയ ചപ്പാത്തിയുടെ കല്ലാണ്. അതിൻ്റെ മുകളിലേക്ക് ആവി ഒട്ടും പുറത്തു പോകാതിരിക്കാൻ ഒരു ഫോയിൽ ഉപയോഗിച്ച് നല്ലതുപോലെ സീൽ ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് ഒരു 40-45 മിനിറ്റ് ചെറുതീയിൽ നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം. 45 മിനിറ്റ് കഴിഞ്ഞ് ദമ്മൊക്കെ നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട് ബിരിയാണിയിൽ നിന്ന്. ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലുള്ള ഈ വൈറ്റ് റൈസ് ഒരു സൈഡിലേക്ക് ഇങ്ങനെ നീക്കിയിടും. അതിനുശേഷം മട്ടനും മസാലയുള്ള ചോറും നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് ആദ്യം മസാല ചോറും പിന്നീട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മസാല ഇല്ലാത്ത വെള്ളച്ചോറും കൂടെ മിക്സ് ചെയ്താണ് ആൾക്കാർക്ക് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മട്ടൻ ബിരിയാണി ഇഷ്ടമായി കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ മറ്റൊരു ഡിഷുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൺ.